അതെ, ഞാൻ ഏത് ടോപ്പിക്കും പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു നിമിഷം ഈ ഒരു ടോപ്പിക് പറയാൻ വേണ്ടി ഞാൻ എടുക്കുകയാണ്. അതായത് എന്താന്ന് വെച്ചാല് ഞാന് വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനിലാണ്, വോൾമാർട്ട് പറഞ്ഞിട്ട്. അപ്പൊ ഞാന് $multi-billion കമ്പനിയിലാണ് നീ ഇതായിട്ടുള്ള. അതെ, അപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വാൾമാർട്ടില് ഒരു സീവേജ് ഇഷ്യൂ ഉണ്ടായി. അതായത് സീവേജ് എന്തോ ക്ലോഗ് ആയിട്ട് ഫുള്ള് പുറത്തേക്കൊക്കെ സീവേജ് വന്ന്, പിന്നെ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വന്ന് ക്ലീനൊക്കെ ചെയ്ത് അങ്ങനൊക്കെ ഒരുപാട് പ്രശ്നമായി. അന്ന് ആ ക്ലീനിങ് ഡ്യൂട്ടി ആർക്കാ കിട്ടുക? അല്ല, അത് ഇതിന്റെ ആൾക്കാര് വന്ന് സ്റ്റാഫും കാര്യമൊക്കെ വന്ന് ഇവര് അത് എനിക്ക് ഔട്ട്സോഴ്സ്ഡ് സ്റ്റാഫ്സ് ആണ്, വാൾമാർട്ട് റിലേറ്റഡ് സ്റ്റാഫ്സ് അല്ല. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സീവേജ് എന്ന് പറയുന്നത് നമ്മളെല്ലാരും ചെയ്യണ ഒരു പ്രവൃത്തിയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാന് ഒരാള് അത്യാവശ്യമാണ്. ചില ജോബ്സ് ഒന്നും ഇപ്പൊ നമ്മൾ ഈ പോഡ്കാസ്റ്റേഴ്സ് ഈ ലോകത്തിന്റെ ഫേസ് അങ്ങ് ഡിസപ്പിയർ ആയാല് ലോകം അതേപോലെ മുന്നോട്ട് പോകും. സിനിമാ നടന്മാര് ഡിസപ്പിയർ ആയാല് ലോകം മുന്നോട്ട് പോകും. പക്ഷെ ഈ സീവേജ് നന്നാക്കുന്ന ആൾക്കാര് ഡിസപ്പിയർ ആയാല് ലോകം സ്തംഭിക്കും. അതെ. പക്ഷെ ഈ പണി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു റെസ്പെക്റ്റും സൊസൈറ്റി കൊടുക്കുന്നില്ല. നമ്മളെ നാട്ടിലൊക്കെ ഇവിടൊക്കെ ഏത് ജോലിക്കും അതിന്റെ റെസ്പെക്ട് ഉണ്ട്. പക്ഷെ നാട്ടിലൊക്കെ ശരിയാണ്, നാട്ടില് ഈവൻ സൗദിയിലാവുമ്പോഴും അത്ര ഒരു ഗാർബേജ് മാൻ ആവട്ടെ, ജാനിറ്റർ ആവട്ടെ, സീവേജ് ക്ലീൻ ചെയ്യുന്ന ആളാവട്ടെ, വളരെ ഏറ്റവും എസെൻഷ്യൽ ജോബ്, നമ്മളൊക്കെ ചെയ്യാൻ മടിക്കുന്ന ഒരു ജോബ്. അതെ, അതിന് ആൾക്കാരില്ലെങ്കിൽ ജയാൻ പറഞ്ഞ പോലെ ലോകം സ്തംഭിക്കും. ഭയങ്കര വൃത്തികേടാവില്ല ലോകം മൊത്തം. ഓക്കെ, അപ്പം ഇങ്ങനെ പ്രശ്നം വന്ന് സീവേജിന്റെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വർക്കേഴ്സ് ഒക്കെ വന്ന്, എന്നിട്ട് ഞാന് നൈറ്റ് ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ രാത്രി ഞങ്ങളൊരു ജനറൽ മാനേജർ ഉണ്ട്. ഓക്കെ, ജസീക്ക എന്നാണ് പേര്. ഒരു 40+ years ഓൾഡ്, യങ് ആൻഡ് ഫിറ്റ്, ഒരു ബ്യൂട്ടിഫുൾ ലേഡി. ഓക്കെ, അപ്പം ഇവര് സാധാരണ 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ രാവിലെയാണ് വരല്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഈ സ്റ്റോറിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് രാത്രി 3 മണിക്ക് ഇവരടക്കം വന്നു. ജനറൽ മാനേജർ അടക്കം വന്നു. ഓക്കെ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ക്ലീനിങ്ങിന്റെ ടൈമിൽ ചില സ്ഥലത്തൊക്കെ ഇത് പൊങ്ങിയിട്ട് പുറത്തേക്ക് വന്നിട്ട് ഇവരിങ്ങനെ സ്വീപ്പ് ചെയ്ത് കളയാണ്. അപ്പം ഇത് ഞാൻ ഈ കാഴ്ച കണ്ടപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. അതായത് ഈ സീവേജിന്റെ വർക്കേഴ്സ് വന്നവര് ഇത് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കാരണം അവരുടെ ജോലി അതാണ്. പിന്നെ വാൾമാർട്ടിന്റെ ക്ലീനിങ് സ്റ്റാഫ്സ് ഉണ്ട്, അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നത് ഒന്ന് ഈ ജനറൽ മാനേജർ, പുള്ളിക്കാരി പറഞ്ഞാൽ ഈ ഫുൾ സൂപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന പൊസിഷനാണ്. പുള്ളിക്കാരി ഈ സ്വീപ്പ് എടുത്തിട്ട് ഇതിങ്ങനെ സ്വീപ്പ് ചെയ്യാണ്. പിന്നെ ഞങ്ങളെ ഫ്രണ്ടായ സംഗീത് അവിടുത്തെ അസിസ്റ്റന്റ് സ്റ്റോക്ക് മാനേജറാ. സംഗീതും ഇതേപോലെ ഈ സ്വീപ്പൊക്കെ എടുത്തിട്ട് ഇതിങ്ങനെ സ്വീപ്പ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവര് ഈ ജനറൽ മാനേജറും സ്റ്റോക്ക് മാനേജറും എംപ്ലോയീസിനോട് വന്നിട്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വി നീഡ് മെൻ അല്ലെങ്കിൽ വി നീഡ് പീപ്പിൾ, നിങ്ങൾ എന്തായാലും വരണം, ഇത് അങ്ങനെ അത് അവര് പറഞ്ഞിട്ടില്ല. 2 എന്ന് പറഞ്ഞാല് ഇവര് തന്നെ മുന്നിക്ക് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇത് ചെയ്യാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, അപ്പൊ നമ്മളെ നാട്ടില് ഇത്രയും വലിയ ഒരു ലുലു സൂപ്പർ മാർക്കറ്റിന്റെ ഒരു ജനറൽ മാനേജർ ഉണ്ട്, അത്യാവശ്യം നല്ല സാലറിയും നല്ല പൊസിഷനുള്ള ആളാ. അങ്ങനത്തെ ഒരു ലുലുവിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരികയാണെങ്കിൽ ഒന്നെങ്കിൽ ഇതേപോലെ ക്ലീനിങ് ടീം വരും, അല്ലെങ്കിൽ താഴ്ന്ന ലെവലിലുള്ള വർക്കേഴ്സ് ആരൊക്കെ അവരൊക്കെ വിളിച്ചിട്ട് ജസ്റ്റ് ഈ ഒരു ടൈമിന് ഞങ്ങൾ ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നൊക്കെ. ഇവര് ഈ ജനറൽ മാനേജർ ഒരിക്കലും ഈ സ്വീപ്പർ എടുത്തിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങൂല. അപ്പോഴാണ് ഞാൻ ഇവര് ഈ നമ്മൾ വർക്ക് പ്ലേസിലൊക്കെ ഫുള്ള് ഇതാക്കും, നമ്മള് വർക്കില് എത്തിക്കലാണ്, എംപ്ലോയീസിന് അവരുടെ റൈറ്റ്സ് ഉണ്ട്, അത് ഇതെന്നൊക്കെ ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കരുതിയത് അതൊക്കെ വെറുതെ ഒരു എല്ലായിടത്തും ഉണ്ടല്ലോ ഈ എഴുത്തും കാര്യമൊക്കെ. പക്ഷെ അതെ, പക്ഷെ ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്, അതായത് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ ഈ എംപ്ലോയീസ് ഈ ജോലി ചെയ്യേണ്ട ഒരു
ഒരു ആവശ്യമില്ല, ഞങ്ങളെ കോൺട്രാക്റ്റിലോ ഞങ്ങളെ ഓഫർ ലെറ്ററിലോ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ജോലി ചെയ്യണമെന്ന്. ആ ഒരു ക്ലോസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇവര് ഞങ്ങളോട് വന്ന് ചോദിക്കാതെ. കാരണം എന്താ, ഞങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഇവര് ഞങ്ങളോട് വന്ന് ചോദിച്ചില്ല. വേണമെങ്കിൽ ഞങ്ങൾക്ക് വളണ്ടിയർ ചെയ്യാം, അല്ലാതെ ഇവര് ഞങ്ങളോടൊന്ന് ചോദിക്കുക ആവശ്യപ്പെടുക ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. അതായത് ഇവിടെ എന്ന് പറഞ്ഞാല് ഇതേപോലെ എല്ലാതും ഇങ്ങനെ എസെൻഷ്യൽ കാര്യങ്ങളാണ്, അത് ഇത് എന്നൊക്കെ കണ്ടിട്ട് ആരും തന്നെ അവരുടെ പ്രൈഡും കാര്യമൊന്നും കീപ്പ് ചെയ്യാതെ അവരാ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ആ ജോബിലോട്ട് ഇറങ്ങും. അതെ, ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അൻഷ് എന്ന് പറഞ്ഞിട്ട്, പഞ്ചാബി. ഇവന് ANW എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള ഒരു മെക്ഡൊണാൾഡ്സ് പോലത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിനിൽ ഇവന് വർക്ക് കിട്ടി. അപ്പൊ ആ ടൈമിൽ നമ്മളും ഇങ്ങനെ ജോബൊക്കെ തപ്പി നടക്കുന്ന ടൈമാണ്. അപ്പൊ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് റെസ്യൂമെ CV ഒക്കെ കൊടുക്കുന്നത്, ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവനോട് പറഞ്ഞ ANW പോയിട്ട് നിന്റെ റെസ്യൂമെ എടുത്തോ, റെഫറലിൽ ഇവന്റെ പേര് എഴുതിക്കോ, മാനേജറിന് കൊടുക്കണം, കാരണം മാനേജറിനാണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഇൻ കേസ് ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്താണ് ഇത് പറയുന്നതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇവിടെ പൊതുവെ സ്റ്റുഡൻസ് ഒക്കെ പാർട്ട് ടൈം ജോബ്സ് എങ്ങനെ നോക്കാന്ന് വെച്ചാൽ ഇതേപോലെ ഓരോ ഫാസ്റ്റ് ഫുഡ് ചെയിനും റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, ഗ്രോസറി സ്റ്റോഴ്സ് അവിടെ ഒക്കെ പോയിട്ട് നമ്മളെ റെസ്യൂമെ ഡ്രോപ്പ് ചെയ്തിട്ട് മാനേജറിനോട് പറയും ഞങ്ങൾ ജോബ് നോക്കുന്നുണ്ട്, ഈ ടൈമിലൊക്കെയാണ് ഞാൻ അവൈലബിൾ ഉള്ളത്, അപ്പൊ എന്തെങ്കിലും ജോബൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറയും. എന്നിട്ട് എന്തെങ്കിലും ജോബൊക്കെ വരുമ്പോൾ ചിലപ്പം ഇതേപോലെ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും, ഇന്റർവ്യൂവിന് വിളിക്കും. ഇങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് വരുന്നത്. അതെ. അപ്പൊ ഞാനിങ്ങനെ കയറി മാനേജറിനെ നോക്കുകയാണ്. അപ്പൊ മാനേജർ എവിടെയെന്ന് പറഞ്ഞു, മാനേജർ ഞാൻ അങ്ങനെ വന്ന് കയറിയപ്പോൾ ഒരു ലേഡീനെ കണ്ടു. ഈ ലേഡി ടേബിളൊക്കെ ഇങ്ങനെ തുടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പാസ് ചെയ്ത് പോയി, ഞാൻ ഫ്രണ്ട് കൗണ്ടർ പോയിട്ട് മാനേജർ എവിടെയാന്ന് ചോദിച്ചു. അപ്പോൾ മാനേജർ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കി, അപ്പോൾ ആ ലേഡിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി, പിന്നെ തിരിഞ്ഞ് മാനേജറെ കണ്ടില്ലല്ലോ എന്ന് വെച്ചാൽ, പിന്നെ ദിസ് ഇസ് ദ മാനേജർ എന്ന് പറഞ്ഞേ. അപ്പൊ ആ ടേബിള് തുടച്ചിരുന്ന ലേഡി ആയിരുന്നു മാനേജർ. ഞാൻ എന്താ മാനേജർ എന്ന് പറഞ്ഞ കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഒരു പണി ചെയ്യാതെ വേറെ എല്ലാരെ കൊണ്ട് പണി എടുപ്പിക്കുന്ന ആള്. ഈ മാനേജറിന്റെ അണ്ടറിൽ സൂപ്പർവൈസേഴ്സ് വരും, എംപ്ലോയീസ് വരും, പിന്നെ ഈ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ട്രെയിനീസ് വരും, ഇവരൊക്കെ വരുന്നുണ്ട്. അതെ. അപ്പൊ ഞാൻ വിചാരിച്ച മാനേജർ എന്ന് പറയുമ്പോൾ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ഉള്ള ആരായിരിക്കും, ബാക്കി എല്ലാരെ കൊണ്ട് പണി എടുപ്പിക്കുന്ന ആളായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ അങ്ങനെ ഞെട്ടിപ്പോയി. അന്ന് എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി, ഇവിടെ കാനഡയിലെ വർക്കിംഗ് കൾച്ചറും നമ്മുടെ നാട്ടിലെ പൊസിഷൻ കൂടുന്തോറും നമുക്കുള്ള വർക്ക് ലോഡ് ചിലപ്പോൾ കുറയാ ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് നമ്മൾ പണി കൊടുക്കലാവും നമ്മളെ പണി. നമ്മള് കറക്റ്റ് ആ ഒരു സൈക്കിൾ മാനേജിങ് ആണ് നമ്മളെ പണി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മാനേജർ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഡ്യൂട്ടീസും കൂടുതൽ പണികളും നമുക്ക് ശരിക്കും കൂടുന്നുണ്ട് അതിനനുസരിച്ച്.